എല്ലാവർക്കും വണ്ടി മോഡിഫൈ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പം പ്രത്യേകിച്ച് കാറ് കഷ്ടപ്പെട്ടൊരു കാറ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാൻ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെന്നറിയാം. പക്ഷേ നമ്മുടെ ഈ കാർ മോഡിഫിക്കേഷനിലെ ഏറ്റവും പ്രതിബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റാണ്. കാരണം മോഡിഫൈ ചെയ്യണമെങ്കിൽ നല്ലധികം തുക, വണ്ടി ഒന്ന് സ്റ്റൈലിഷ് ആക്കി ഇറക്കണം എന്നുണ്ടെങ്കിൽ നല്ലധികം തുകയാകും. കാര്യം എല്ലാ മോഡിഫിക്കേഷൻ പാർട്സുകൾക്കും നല്ല വിലയാണ്. അപ്പം ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം എങ്ങനെ നമുക്ക് ഈ മോഡിഫിക്കേഷൻ പ്ലാൻ ചെയ്യാം. നമുക്ക് ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ മോഡിഫിക്കേഷൻ നമുക്ക് അടിപൊളിയായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ മോഡിഫിക്കേഷൻ ചെയ്യാൻ ബഡ്ജറ്റ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് ലീവ് ചെയ്ത് ഒരു കുഴപ്പമില്ല. അപ്പം നമുക്കിത് പൈസ ഇല്ലാത്തവർക്കും ബഡ്ജറ്റ് ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ മിനിമം ബഡ്ജറ്റിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെ ബഡ്ജറ്റ് കണ്ടെത്തി നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം, എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, പിന്നെ അതേപോലെ തന്നെ മിനിമം നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡിഫിക്കേഷന് വേണ്ടി മാറ്റി വെക്കുന്ന കുറച്ച് തുകകളില്ലേ, 500, 1000 അങ്ങനെയൊക്കെ ആയിരിക്കും. 500, 1000, 2000 അല്ലെങ്കിൽ 100, 200 എത്ര തുകയാണെങ്കിലും കുറേശ്ശെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാഷനാണ്. അപ്പോൾ നമ്മൾ ഈ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ചെറിയ എമൗണ്ടുകളായിട്ട് കണ്ടെത്തി ശേഖരിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഘട്ടമായിട്ട് ഓരോ മോഡിഫിക്കേഷൻ ചെയ്താൽ മതി. ഒന്നിച്ച് പൈസ എടുക്കാൻ കാര്യം പറയാം, എല്ലാ പാർട്സിനും ഭയങ്കര വിലയില്ല. അപ്പോൾ ഒന്നിച്ച് പൈസ എടുക്കാതെ ഘട്ടമായിട്ട് നമുക്ക് ഓരോ മോഡിഫിക്കേഷൻസ് ചെയ്യാം. അപ്പം അതിനായിട്ട് തന്നെ നമുക്ക് ഓരോ മാസമോ അല്ലെങ്കിൽ നമ്മുടെ സാലറിയിൽ നിന്നോ 1000, 500 അല്ലെങ്കിൽ 2000 ഒക്കെ മാറ്റി വെച്ച് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ മോഡിഫിക്കേഷനുകൾ ചെയ്യാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നിസ്സാര ചിലവോട് കൂടി കുറച്ച് സ്പോർട്ടി ലുക്ക് നമ്മുടെ വണ്ടിക്ക് ആക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ മേഷ് ഗ്രില്ല് സെറ്റ് ചെയ്യുക, ബമ്പർ ഗ്രില്ല് സെറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ രണ്ടും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്ക് അടിപൊളി സ്പോർട്ടി ലുക്ക് ഫ്രണ്ട് വൈസായി. അപ്പം ഫ്രണ്ടിലെ ബമ്പർ കട്ട് ചെയ്ത് ബമ്പർ ഗ്രില്ല്, അത് ഹണികോംബ് ഗ്രില്ലോ അല്ലെങ്കിൽ സാധാരണ ഗ്രില്ലോ, അതേപോലെ തന്നെ മേളിലെ ഭാഗം കട്ട് ചെയ്ത് അവിടെ ഒരു മേഷ് ഗ്രില്ല് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് സ്പോർട്ടി ലുക്കായി. ഞാനിപ്പം ഈ നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ലിങ്കിൽ കൊടുക്കാം. ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്നുള്ള, ബമ്പർ ഗ്രില്ല് ചെയ്യുന്നതും ടോപ്പ് ഗ്രില്ല് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ള, മേഷ് ഗ്രില്ല് സ്റ്റൈലിഷായിട്ട് സ്പോർട്ടി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ലിങ്കിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്കത് കണ്ട് വേണ്ടിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് മാക്സിമം പോയി എനിക്കൊരു 300 രൂപ ചിലവുള്ളതെന്ന് തോന്നുന്നു. നമുക്കിപ്പം ബമ്പർ ഗ്രില്ല് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്ക് ഏകദേശം ഒരു നല്ല സ്പോർട്ടി ലുക്കായി. അതേപോലെ തന്നെ നമുക്ക് നിസ്സാരമായിട്ടൊരു 200 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് സ്കേർട്ട് ചെയ്യേണ്ട ഒരു കാരണവശാലും. ഞാൻ സ്കേർട്ട് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സ്കേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാഷ്വൽ യൂസിനുള്ള വണ്ടിയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഫ്രണ്ട് ബമ്പർ സ്കേർട്ട് ചെയ്യില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ല താഴ്ന്ന പ്രദേശത്തോട് വണ്ടി ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ട് അടിയിടിക്കും. അപ്പോൾ നമ്മൾ ഈ മോഡിഫിക്കേഷൻ കൂടി ചെയ്യുന്തോറും വണ്ടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം വണ്ടി ലുക്കാവും തോറും നല്ല റോഡുകളിലൂടെ മാത്രം വണ്ടി ഓടിക്കേണ്ടതായി വരും. അപ്പോൾ നമ്മൾ ഈ ബമ്പർ സ്കേർട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എയർ ബസ്സിൻ്റെ ഡോർ ബീഡിങ് നമുക്ക് മേടിക്കാൻ കിട്ടും, 200 രൂപ ചിലവുള്ളൂ. അപ്പം അത് മേടിച്ച് നമ്മൾ വണ്ടിയെ പിടിപ്പിക്കുകയാണെങ്കിൽ അടിപൊളി സ്കേർട്ടിങ് ലുക്കും ആയിരിക്കും, ആ ഫ്രണ്ടിന് ഒരു അടിപൊളി സ്പോർട്ടി ലുക്കും ആകും. അതേപോലെ തന്നെ ഈ ബമ്പർ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബമ്പറിന് പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ ഇത് റബ്ബർ പീസാണ്. അപ്പോൾ ബമ്പർ പറഞ്ഞു പോകുമല്ല. അപ്പോൾ നിസ്സാരമായിട്ട് ഒരു 500 രൂപ ചിലവിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഒരു മെനയാക്കിയെടുക്കാം. നല്ല അടിപൊളി ലുക്കാക്കിയെടുക്കാം, മാറക ലുക്കാക്കിയെടുക്കാം. അപ്പോൾ ഈ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് അതിലോട്ട് നമ്മളൊരു ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും ചെറിയൊരു എംബ്ലം, ഒരു എംബ്ലം നമുക്ക് മേടിച്ച് വെച്ചാൽ 10-400 രൂപ ആവും നല്ല എംബ്ലം വരുമ്പോഴത്തേനും. അത് മേടിച്ച് ഒട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെരാരിയോ GT-യോ പോളോ GT-യോ അല്ലെങ്കിൽ ഏതിൻ്റെയിലും ഒക്കെ ഒരു എംബ്ലം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു വേറൊരു ലുക്കിലോട്ട് വരുവാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലേക്ക് നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളിത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ബഡ്ജറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുറേ വർക്കുകൾ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും നമ്മുടെ വണ്ടിയിൽ. അതായത് പുറത്ത് കൊടുക്കുന്നതിലും ഭേദം നമുക്ക് തന്നെ കുറച്ച് മെനക്കെടണം ഇതിനുണ്ട്. നമ്മൾ അതിനൊരു ടൈം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടൈം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറേ വർക്കുകൾ ചെയ്യാം. ഞാനിപ്പം പറഞ്ഞില്ല, ബമ്പർ ഫ്രണ്ട് ആ ഭാഗം നമ്മളിപ്പം ക്ലീൻ ചെയ്തു, ഗ്രില്ല് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ലുക്ക് അടിപൊളിയാക്കി. നമുക്ക് ഇൻറ്റീരിയറിലോട്ട് കിടക്കുമ്പോഴത്തേനും നമ്മുടെ വണ്ടിയുടെ അകത്തെ പില്ലോസ് ഉണ്ട്, അതായത് വിൻഡോയുടെ പില്ലോസ് നമുക്ക് അതെല്ലാം പീസായിട്ട് അഴിച്ചെടുക്കാവുന്നതാണ്. മേളത്തെ ടോപ്പ് അഴിച്ചെടുക്കാം. അതേപോലെ തന്നെ ഈ പില്ലോ എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിസ്സാര പരിപാടിയേ ഉള്ളൂ. അതെല്ലാം സ്ക്രൂ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്ററായി നിൽക്കുന്ന സാധനങ്ങളാണ്. അതെല്ലാം ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കാണാൻ സാധിക്കും ഈ പില്ലോ ഊരുന്ന എങ്ങനെയാണ്. അത് ഊരിയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. നമ്മുടെ സ്പ്രേ പെയിൻറ്റ് റെഡോ അല്ലെങ്കിൽ യെല്ലോ ഏതിലും ഇഷ്ടമുള്ള നിങ്ങളുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റ് ആ പില്ലോയിൽ തന്നെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഡോറിൻ്റെ സൈഡിലെ
ബോർഡ്, റണ്ണിങ് ബോർഡ്, അതെല്ലാം നമുക്ക് ഊരിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പം ഇൻറ്റീരിയറിൻ്റെ കാര്യം സെറ്റപ്പായി. 1-2 ആദ്യം നമുക്ക് കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 കുപ്പി സ്പ്രേ പെയിൻറ്റിൻ്റെ മുടക്കമേ ഉള്ളൂ. കുറച്ച് നമ്മൾ മെനക്കെടണം അതിന് വേണ്ടിയിട്ട്. വണ്ടി വെച്ചിട്ട് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഇൻറ്റീരിയൽ ഒരു മാരക ലുക്കായി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്നാ കാണിച്ചാലും ഒരു ഇത് ചെയ്യുന്ന പർദ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നാ പറയുക ഈ ഇത്ര കസ്റ്റം വർക്ക് ചെയ്യുന്ന ആളുടെ കയ്യിൽ അല്ലെങ്കിൽ വണ്ടിയുടെ സീറ്റ് ചെയ്യുന്ന അടുത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പ് ഭാഗം അവർ നമുക്ക് റെക്ഷൻ ചെയ്ത് തരും. റെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം കളർ, ഏത് കളറാണോ നമ്മുടെ പില്ലോസിലും നമ്മുടെ സൈഡ് ഡോർ ബീഡിങ്ങിലും അടിച്ചേക്കുന്നത് ആ സെയിം ഡോറയിൽ അടിച്ചേക്കുന്ന ആ സെയിം കളർ ഇൻറ്റീരിയലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മേൽ ടോപ്പിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ വേണമെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയൽ ഏകദേശം സെറ്റായി. അപ്പം ഇൻറ്റീരിയൽ ഏകദേശം ഒരു നല്ല ലുക്കായി. ഞാനൊക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ റെഡ് അടിപൊളി കളറാണ്. റെഡ് ചെയ്യുകയാണെങ്കിൽ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ അടിക്കുകയാണെങ്കിൽ സൂപ്പർ കളറായിരിക്കും. അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളറായി. അപ്പോൾ തന്നെ നമ്മുടെ ഇൻറ്റീരിയലിൻ്റെ ഭാഗം കഴിഞ്ഞു. നമുക്കിപ്പം ഒരു മാക്സിമം പോയ 500 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഇൻറ്റീരിയൽ സെറ്റാക്കി. വേറെ ഇത് വെളിയിൽ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10, 5000, 10000 രൂപ. 10000 രൂപ ഏറ്റവും കുറഞ്ഞാവും. നല്ല പെയിൻറ്റിങ് അതെല്ലാം ചെയ്ത് എല്ലാ ആഴ്ച ചെയ്യുമ്പോഴത്തേനും 10-10000 രൂപ ആവും. അപ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് 500 രൂപ തുകയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ഇതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെയിൽ ലാമ്പ് നമുക്ക് അഴിക്കാം. ടെയിൽ ലാമ്പ് അഴിച്ചിട്ട് അതിൻ്റെ ഹീറ്റിംഗ് ഗൺ ഉപയോഗിച്ച് അഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ ടെയിൽ ലാമ്പിന് അകത്ത് നമുക്കൊരു പാറ്റേൺ അതിനേലും ഉണ്ടാക്കിയിട്ട് സ്റ്റിക്കർ അടിച്ച് നമ്മളെ പെയിൻറ്റ് അടിക്കുക. സ്പ്രേ പെയിൻറ്റ് ഗ്ലോസി ബ്ലാക്ക് അടിച്ച് ആ സ്റ്റിക്കർ പൊളിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു വീഡിയോ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ലിങ്കിൽ നമുക്ക് ഇടുന്നതായിരിക്കും. അതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ഒരു ആവറേജ് അല്ല ഒരു നല്ല ലുക്കായി. നമ്മുടെ ടെയിൽ ലാമ്പ് അടിപൊളി ലുക്കായി. അത് നമുക്ക് സ്റ്റിക്കർ ചെയ്യുന്നതിനേക്കാളും നല്ല സ്മോക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല ഒരു നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ഈ ടെയിൽ ലാമ്പ് നമ്മുടെ ഈ അഴിച്ച് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഫുള്ള് 2 പീസാക്കി നമ്മുടെ ടെയിൽ ലാമ്പ് അഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും അതിന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് നമുക്ക് തുറന്ന് DR സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഞാൻ ഉടനെ തന്നെ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് അതും കൂടെ ആകുമ്പോഴത്തേനാണെങ്കിൽ ഏകദേശം ഒരു സ്പോട്ടി ലുക്കായി. കാര്യം 300 രൂപ നമ്മൾ കൂടി കൊണ്ടുണ്ടെങ്കിൽ ഒരു DR നമ്മളപ്പം മെനക്കെടുന്ന പൈസയേ ഉള്ളൂ. 300-350 രൂപയ്ക്ക് DR കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിൽ ഒരു ടിന്ന് ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് 150 രൂപ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ കാര്യം ഓക്കെ. അപ്പം ബാക്കിൽ ഒരു സ്പോട്ടി ലുക്കായി. അപ്പോൾ നമ്മുടെ മൂന്നാം ഘട്ടം ഇവിടെ തീരുവാണ്. മൂന്നാം ഘട്ടം കൊണ്ട് നമ്മൾ ഏകദേശം ഇത്രയും ഭാഗത്തെത്തി, കവർ ചെയ്തെത്തി. ഇനി അടുത്ത 4ാം ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ 4ാം ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മേജർ ഘട്ടമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നത്. അതായത് അലോയ് വീലും ടയറും ചൂസ് ചെയ്യുന്നത്. അലോയ് വീല് പുതിയ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 20,000 രൂപ 22,000 രൂപ. അത് വോസൻ്റെ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നല്ല റേറ്റ് 30,000 രൂപ അടുത്ത റേഞ്ചിലോട്ട് വരും. അപ്പം നമുക്ക് ഇവിടെയാണ് ഏറ്റവും ബഡ്ജറ്റ്. നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ എത്രത്തോളം പൈസ ഉണ്ടാകുന്നു. ഇപ്പം നമ്മളെല്ലാം കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ 2,000 രൂപയിൽ നമ്മുടെ ഏകദേശം വണ്ടിയുടെ ഒരു സ്പോർട്ടി ലുക്കിലോട്ട് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അലോയ് വീലും ടയർ മാത്രമേ ഉള്ളൂ. ഒന്നാമത് കാര്യം നമ്മുടെ വണ്ടിയുടെ ടയർ സൈസ്, വീൽ സൈസ്, അലോയ് വീൽ സൈസ് എന്നിവ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതനുസരിച്ച് നിങ്ങളിപ്പം ഒരു കസ്റ്റമൈസ്ഡായിട്ട് പ്ലാൻ ഉണ്ടാക്കി വെക്കുക. ഏകദേശം എന്നാണെന്ന് വെച്ചാലും ടയർ തന്നെ ഒരു 4,200 രൂപയാവും ടയർ. ഞാൻ പറഞ്ഞ വൈഡ് ടയറിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടയർ ചൂസ് ചെയ്യുന്നത്, അലോയ് വീൽ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി ആ വീഡിയോ കാണുവാണെങ്കിൽ എങ്ങനെ നമുക്ക് അലോയ് വീലാണ് ടയർ ചൂസ് ചെയ്യാം, വൈഡ് ടയർ എങ്ങനെ ഇടാം, എങ്ങനെയാണ് ടയറിൻ്റെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുന്നത്, അതേപോലെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പം ഈ അലോയ് വീൽ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അലോയ് വീൽ ബഡ്ജറ്റ് റേറ്റിലൂടെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നാണ്. നമുക്ക് ഉറപ്പായിട്ട് ഒരു അലോയ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപയ്ക്ക് സെക്കൻഡ് സാധനങ്ങൾ കിട്ടും. 20 രൂപയാണ്, 18 രൂപ, 20 രൂപ, 22 രൂപ സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ അലോയ് വീലെല്ലാം. അപ്പോൾ ഒരു 10,000 രൂപയിൽ ഏറ്റവും കൂടുതൽ 10,000 രൂപയ്ക്കുള്ളിൽ പിടിക്കില്ല. 10,000 രൂപ 12,000 രൂപയ്ക്ക് അത്യാവശ്യം നമ്മുടെ നല്ല സ്പോട്ടി ലുക്കുള്ള അലോയ് വീൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഇന്ന് രാവിലെ കയറി OLXലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പം നമ്മുടെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളൊരു പ്ലാൻ ഷെഡ്യൂൾ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഇതേപോലെ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇന്നോട്ട് നമ്മളൊരു ഷെഡ്യൂൾ തുടങ്ങുക. അപ്പോൾ രാവിലെ ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കയറി നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ OLX തപ്പുന്നു നമ്മുടെ അലോയ് വീലിന് പറ്റിയ സൈസ് വല്ലതും നമ്മുടെ അലോയ് വീൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പം 13 ഇഞ്ചാണെങ്കിൽ അല്ലെങ്കിൽ 14 ഇഞ്ചാണെങ്കിൽ 14 ഇഞ്ച് അലോയിൽ അടിച്ച് നോക്കുക വന്നിട്ടുണ്ടോ, നമ്മുടെ പരിസരത്ത് വല്ലതും വന്നിട്ടുണ്ടോ, അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണോ, നല്ല സൈസിലാണോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റിലാണോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് പോയി മേടിക്കുക. അപ്പം ഇത് ഏറ്റവും അവസാനത്തിന് മാത്രം മാറ്റിക്കോളൂ നമ്മുടെ അലോയ് വീലിൻ്റെ സെക്ഷൻ. കാരണം ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള. അപ്പോൾ നമ്മളിതൊരു 10,000 രൂപ ബഡ്ജറ്റിൽ നമ്മുടെ അലോയ് വീലിൽ ഒതുക്കുക. ഇനി നിങ്ങൾക്ക് പുതിയത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് സ്വരുക്കൂട്ടി അത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുതിയോട് തന്നെ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ടയറുകൾ വൈഡ് വീൽ പ്രിഫർ ചെയ്യാം.
പിന്നെ അല്ലെങ്കിൽ നോർമൽ വണ്ടിയായി വരുന്ന ടയർ തന്നെ പ്രിഫർ ചെയ്യാം. അപ്പം വൈഡ് വീലും നോർമൽ ടയറും തമ്മിലുള്ള ചേഞ്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ടയർ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളത്, വൈഡ് ടയർ വൈഡ് വീൽ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളത്. അത് കയറി കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടയർ പ്രൊഫൈൽ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് വീഡിയോ കിട്ടും. അപ്പോൾ വൈഡ് പ്രൊഫൈൽ ടയർ ചെയ്യുകയാണെങ്കിൽ എന്നാൽ 4000-4200 രൂപ റേറ്റ് ആവും. സാധാരണ ടയറിനാണെങ്കിൽ 2000 രൂപ റേറ്റിലോട്ട് വരും. അപ്പോൾ സാധാ ടയറാണെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ കിടക്കുന്ന ടയർ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം വേറെ ടയർ വെളിയിൽ നിന്ന് എക്സ്ട്രാ മേടിക്കേണ്ട കാര്യമില്ല, അത് തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പം ഒരു ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള മെയിൻ ഒരു സോഴ്സാണ് നമ്മുടെ വണ്ടിയിലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടയർ തന്നെ നമ്മുടെ അലോയ് വീലോട്ട് ചൂസ് ചെയ്യാം. അപ്പം ഇത്രയും തന്നെ ആയപ്പോഴത്തേനും നമ്മുടെ വണ്ടി ഏകദേശം ഒരുമാതിരി സ്പോട്ട് ലീക്കായി. ഇനി നമ്മുടെ വണ്ടിക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത് കേട്ടിട്ടുണ്ടെങ്കിൽ സ്കേർട്ടിംഗ് പോലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ഫ്രണ്ട് സ്കേർട്ടിങ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫ്രണ്ട് സ്കേർട്ടിങ്ങിന് പകരമായിട്ട് നമ്മുടെ എയർ ബസ്സിൻ്റെ ഡോർ ബീഡിങ്ങിൽ നമ്മൾ പരിപാടി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് സ്കേർട്ടിംഗ് ആണ്. സൈഡ് സ്കേർട്ടിങ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉറപ്പായിട്ടും ഈ മെറ്റൽ പാർട്ട് കൊണ്ട് കിട്ടും. അതായത് നമ്മുടെ എന്നാ പറയുക, പ്ലേറ്റ് ഇരിക്കില്ല, മെറ്റൽ പ്ലേറ്റ് കൊണ്ടുള്ള സ്കേർട്ടിങ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് ഏകദേശം ഒരു കോസ്റ്റ്ലി 2 സൈഡ് സ്കേർട്ടിന് തന്നെ വരുന്നത് ഏകദേശം ഒരു 5000 രൂപയോളം വരും. പിന്നെ പെയിൻറ്റിങ് എല്ലാം കൂടെ കഴിയുമ്പോൾ 3000 രൂപ 3500 രൂപ പെയിൻറ്റിങ് ആവും. പുട്ടിയുടെ പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ 8000 രൂപ അതിന് വരും. അപ്പോൾ നമ്മളിത് ഏറ്റവും അവസാനത്തിന് മാറ്റി വെച്ചാൽ മതി. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ അടിയിടിക്കാനുള്ള നമ്മുടെ വീൽ ബേസ് കുറയും തോറും അടിയിടിക്കാനുള്ള സാധ്യതകൾ കുറവാണ് നമ്മുടെ ചെറിയ വഴികളിലൊക്കെ പോകുമ്പോഴത്തേനും. അപ്പം സ്കേർട്ടിങ് നിങ്ങൾ ഏറ്റവും അവസാനത്തിന് മാറ്റി വെച്ചാൽ മതി. പിന്നെ കുറച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കർ പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിൽ നല്ല സ്പോയിലർ സെറ്റ് ചെയ്യാം. സ്പോയിലർ ഏറ്റവും കുറഞ്ഞത് 2000 രൂപ ഏറ്റവും കുറഞ്ഞ സ്റ്റാർട്ടിങ് സ്പോയിലറാണ്. അപ്പം ഇത്രയൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാം. അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഒരു മാരക ലുക്കായി മാറിയിരിക്കും. ഒരു സംശയമില്ല, നമ്മുടെ വണ്ടി അടിപൊളി ലുക്കായിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു ഏകദേശം നമ്മളിപ്പം ബഡ്ജറ്റിൽ 2000 രൂപയാണ് നമ്മൾ ബാക്കിയുള്ള മോഡിഫിക്കേഷന് വേണ്ടി മുടക്കിയേക്കുന്നത്. അപ്പം ഇനി മുടക്കാനുള്ളത് നമ്മൾ മാക്സിമം ടയറിൻ്റെ അലോയ് വീലിൻ്റെ കൊടുത്തേക്കുന്ന 10 രൂപ 12 രൂപ 12000 രൂപ പോട്ടെ. അപ്പം നമ്മളെല്ലാം കൂടെ റൗണ്ട് ഫിഗർ ആയിട്ടൊരു 15000 രൂപയിൽ നമ്മുടെ മോഡിഫിക്കേഷൻ പ്ലാൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. കംപ്ലീറ്റ് മോഡിഫിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോയ് വീൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീൽ കിട്ടണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ അലോയ് വീൽ അവൈലബിൾ ആണെന്ന് സാരില്ല, പക്ഷേ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഏതിലും ഒരു അലോയ് വീൽ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ആ അലോയ് വീലിന് വേണ്ടി ക്ഷമിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ വണ്ടിക്ക് കയറ്റിയത് 15000 രൂപയുടെ അലോയ് വീലാണ്. അപ്പം അത് ഫ്രഷ് അലോയ് വീലായിരുന്നു. 3 മാസം പോലും യൂസ് ചെയ്തില്ല വണ്ടിയിൽ. എനിക്കപ്പം അവർ 22,000 രൂപയ്ക്ക് മേടിച്ച അലോയ് വീൽ എനിക്ക് 15000 രൂപയ്ക്ക് കിട്ടി. ഞാൻ അപ്പം തന്നെ ഓൺ സ്പോട്ടിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വായ്പ മേടിച്ച് കടം മേടിച്ച് ഓൺ സ്പോട്ടിൽ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു. നമുക്ക് ഇനിയൊരു ഓപ്ഷനില്ല. അതിൽ കൂടുതൽ അലോയ് വീൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള അലോയ് വീൽ നമുക്കിനി കിട്ടാൻ പോകുന്നില്ല. അപ്പം ഏറ്റവും പുതിയതുമാണ്. നമുക്ക് പുതിയ മേടിച്ച ഒരു അലോയ് വീലിൻ്റെ അതേ റിസൾട്ട് കിട്ടുകയും ചെയ്തു. നമുക്ക് ഒരു അലോയ് വീൽ കിട്ടും. ഞാനപ്പോൾ സ്ഥിരമായിട്ട് OLX ഫേസ്ബുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അലോയ് വീൽ വന്നോ, അലോയ് വീലുണ്ടോ 13 ഇഞ്ച് 14 ഇഞ്ച് ഇത് രണ്ടും എൻ്റെ വണ്ടിക്ക് പറ്റുമായിരുന്നു. അപ്പം ഞാൻ ഈ 2 സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ 13 ഇഞ്ചിന് എൻ്റെ സാധനം കിട്ടി. ഓൺ സ്പോട്ടിൽ മേടിക്കുമായിരുന്നു. മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഫണ്ടിൻ്റെ വിഷയമുണ്ട്. നമ്മളെല്ലാം ഇവിടുന്ന് മറിച്ച് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ നമ്മളെങ്ങനെയൊക്കെ റോൾ ചെയ്ത് അടച്ചു പോകും. അപ്പം നമ്മുടെ വണ്ടി സെറ്റായിട്ട് അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ അലോയ് വീലിൻ്റെ കാര്യത്തിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്കും കിട്ടും, 100% ഉറപ്പാണ്. ഒരു 2, 3, 4 മാസം വെയിറ്റ് ചെയ്തോ, പതുക്കെ മതി. അല്ലെങ്കിൽ ഒരു കൊല്ലം വെയിറ്റ് ചെയ്തോ, നിങ്ങൾ ഇതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു അലോയ് വീൽ എവിടെ നിന്നേക്ക് കിട്ടിയിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പുതിയ അലോയ് വീലിൻ്റെ എല്ലാം വില കുറഞ്ഞ് ആരെങ്കിലൊക്കെ വിൽക്കാനുണ്ടായിരിക്കും, വണ്ടി വിൽക്കുന്നവരുണ്ടായിരിക്കും, അവിടെ നിന്ന് എല്ലാം അഴിച്ചെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പം ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എങ്ങനെ എൻ്റെ വണ്ടി മോഡിഫൈ ചെയ്ത കാര്യങ്ങളാണ്. അതായത് ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയായിരുന്നു. മോഡിഫിക്കേഷന് വേണ്ടി ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഫണ്ടുണ്ടാക്കാനുള്ള വിഷയമുള്ള ആൾ തന്നെയായിരുന്നു ഞാനിപ്പോൾ അതേപോലെ തന്നെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നമുക്കപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി മോഡിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം കാശ് മുടക്കാതെ തന്നെ നിങ്ങളുടെ വണ്ടി അടിപൊളിയായിട്ട് സ്റ്റൈലിഷായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് ഈ വീഡിയോകൾ എത്തിക്കുക. അപ്പം താങ്ക് യു. ദിസ് ഇസ് കൃഷ്ണ മുറ്റക്കര.